السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم إن في الجسد مضغة إذا صلح صلح الجسد كله وإذا فسد فسد الجسد كله ألا وهي القلب. واعلموا أمة سيدنا محمد فكن يا رحيما راحما ضعف قوتي ويا مالكا كل نصيرا وموئلا. يا رب صل على من هل بالحرم طه الرسول الذي قد خص في الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദര സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കട്ടെ. ആമീൻ പറയണം. ഉച്ച പോരട്ടോ. ആമീനൊക്കെ ഉറക്കനെ പറയണം. സ്വലാത്തൊക്കെ ഉറക്കനെ ചെല്ലണം. ഇങ്ങനെ പറയാനും ചെല്ലാനും ദീനുൽ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂലാക്കട്ടെ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഭക്ഷണം നൽകിയവർ, നൽകിക്കൊണ്ടിരിക്കുന്നവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു ബറക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു തരട്ടെ.
ഈ സദസ്സ്, ബദരീങ്ങളുടെ സദസ്സ് വലിയ ബറക്കത്തുള്ള, ബദരീങ്ങളുടെ സാന്നിധ്യമുള്ള സദസ്സ് എന്ന് നമുക്ക് പറയാം. അവരുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യാൻ ഉദ്ദേശ്യത്തോടുകൂടെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഉദ്ദേശ്യങ്ങളുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. സാധാരണ നമ്മുടെ മജ്ലിസിന് വരുന്ന നമ്മുടെ ഇബ്രാഹിം കുട്ടിക്ക നമുക്കൊക്കെ അറിയാം, ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തി കൊടുക്കട്ടെ, വേദനകളൊക്കെ നല്ല ആശ്വാസത്തിലാക്കി കൊടുക്കട്ടെ, കുടുംബത്തിനൊക്കെ നല്ല സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു നല്ല സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിനെ അല്ലാഹു ഐശ്വര്യത്തിലാക്കട്ടെ, അഭിവൃദ്ധിയിലാക്കട്ടെ, റഹ്മത്തും നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനാണ് വരുന്നത്. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, പരിശുദ്ധ റമളാൻ വരുന്നതിൻ്റെ മുന്നോടിയായി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെ, മുസ്ലിമീങ്ങളുള്ളിടത്തൊക്കെ ഉള്ള ഒരു സംഭവമാണ് നനച്ചുളി എന്ന് പറയുന്നത്, അല്ലേ? നനച്ചുളി നമ്മുടെ മലയാളികളൊക്കെ നനച്ചുളി എന്ന് പറയും. മലയാളികളല്ലാത്തവരൊക്കെ ഓരോ പേരുണ്ട് ഓരോ നാട്ടിനും. പറഞ്ഞ റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം, അത് മുഅ്മിനീങ്ങളുടെ ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ നിന്നങ്ങോട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഈയിടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ്, അതൊക്കെ പഴയ കാലത്തല്ല ഉസ്താദ് എന്ന് പറഞ്ഞ നനച്ചുളി എന്ന് പറഞ്ഞപ്പോഴേ, നനച്ചുളി പഴയ കാലത്ത്. ആ കുട്ടികൾ ഇവിടെ ഉണ്ടില്ലേ, ഒരു ഇഷ്ടത്താണ്. അള്ളാഹ് അങ്ങോട്ട് ഒരു കുട്ടികളെ, അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ നന്നാക്കട്ടെ. അപ്പോൾ ഉസ്താദ് പോയപ്പോഴാണ് കുട്ടികളൊക്കെ പുറത്തേക്ക് വന്നത്. കുറച്ച് കുട്ടികളുണ്ട്. ഞാൻ കരുതിയതേ ഇന്നൊക്കെ പട്ടാമ്പി ന്യൂസിൽ പോയിട്ടുണ്ടാവും, അത് പറയാൻ പറ്റൂല പരസ്യമായിട്ട് അല്ലേ കരുതിയത്. അപ്പം എല്ലാ കുട്ടികളും പോയിട്ടില്ല. അല്ലാഹ് നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു പരീക്ഷകളിലൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ, സ്വഭാവങ്ങളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നനച്ചുളി എന്ന് പറഞ്ഞാൽ അല്ലെ, ശുദ്ധീകരണം നടത്തുക, ശുദ്ധികലശം നടത്തുക. വീടും പരിസരവും വീട്ടിലുള്ള അലമാരകളും പാത്രങ്ങളും എന്തൊക്കെയാണോ ഉള്ളത് ഇതൊക്കെ സംശുദ്ധമാക്കുക എന്നതാണ് നനച്ചുളി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇതിപ്പോ ഏറെക്കുറെ അതിന്റെ വീടുകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പഴയ കാലത്തൊക്കെ അത് വലിയ സംഭവങ്ങളിലായിട്ടാണ് നടന്നിരുന്നത്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്, പറഞ്ഞ മാതിരിക്ക് തന്നെ, സഹോദരൻ പറഞ്ഞ മാതിരിക്ക് തന്നെ. പക്ഷെ അത് കുറഞ്ഞു പോകുന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാല് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത്ത്വഹൂറു ശത്റുൽ ഈമാൻ, അത്ത്വഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധീകരണം ഈമാനിന്റെ പകുതിയാണ്. പരിശുദ്ധ ഖുർആനിലും ശുദ്ധീകരണത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധികലശം നടക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ.
പശ്ചാത്തപിച്ച് മടങ്ങുന്നവരോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെയും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബുത് തയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഗന്ധമാണ്. സുഗന്ധം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു നല്ല അഴകുള്ളവനാണ്. യുഹിബ്ബുൽ ജമാല, അഴക് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ നദീഫുൻ, അല്ലാഹു നല്ല വൃത്തിയുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫ, അല്ലാഹുവിന് വൃത്തി വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ആ പഠിപ്പിച്ചു തന്നത് എപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിരിക്കണം. മുസ്ലിമീങ്ങൾ എപ്പോഴും നല്ല വൃത്തിയും നല്ല ശുദ്ധിയും ഒക്കെ ഉള്ളവനായിരിക്കണം. ചിലപ്പോ ഈ വിദേശത്തൊക്കെ ഗൾഫിലൊക്കെ പോയ അറബികളോടൊക്കെ പരിചയമുള്ളവരോടൊക്കെ ചിലപ്പോൾ അറിയാൻ കഴിയും. അവര് നല്ല വൃത്തിയിലും നല്ല വെടുപ്പിലും നല്ല വൃത്തിയിലാണ് നടക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവർ വാങ്ങിക്കാൻ കടയിലൊക്കെ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളിൽ പൊടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ആ പൊടി ഇങ്ങനെ ചോദിക്കും, അന്ത കാഫിർ, അന്ത കാഫിർ, ഈ മുസ്ലിം അല്ലേ, കാഫിറാണോ എന്ന് ചോദിക്കും. ഭയങ്കര ഗൗരവമാണ്, വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് വൃത്തി വേണം. പ്രത്യേകിച്ച് വലിയ ആദരവുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യം നൽകിയ പരിശുദ്ധ റമളാന് വരുമ്പോ ആ റമളാനിനെ ആദരിക്കുക എന്നത് കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ മുൻഗാമികളൊക്കെ ഈ നനച്ചുളി എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അത് പല രൂപത്തിൽ ആദരവ്, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണല്ലോ. അത് മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. ഹൃദയത്തിന്റെ തഖ്വയാണ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആ ആദരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വീടും പരിസരവും നമ്മുടെ പള്ളികളും മറ്റുമൊക്കെ നമ്മൾ ശുദ്ധീകരണം നടത്തുന്നു, വൃത്തിയാക്കുന്നു. അതോടൊപ്പം അതിനേക്കാൾ പ്രധാനമായി നമ്മൾ ശുദ്ധീകരിക്കേണ്ട ഒരുപാട് സംഗതികൾ വേറുണ്ട്. ചിലപ്പോ നല്ല ഡ്രസ് ഇട്ടിട്ടുണ്ടാവും, നല്ല തേച്ച് മിനിക്ക് നല്ല തിളങ്ങുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ സ്വഭാവം പറയാൻ പറ്റൂല, മൈക്കയിൽ പറയാൻ പറ്റാത്ത സ്വഭാവമായി. ഇങ്ങനെ മിനിങ്ങുന്ന ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ചില ആളുകൾ കാണാം, സംസാരം എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കുത്തിയിട്ടേ പറയുള്ളൂ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സംസാരിക്കുമ്പോ കുത്തി പറയാ, പാര വെച്ച് പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ച് പറയാ. ഇങ്ങനെ വർത്തമാനം ദുഷിപ്പിച്ച ഒരു സംഭവം. അപ്പൊ വർത്തമാനം ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. വർത്തമാനം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അത് ശുദ്ധീകരണം നടത്തണം. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ആ വിഷയത്തിലൊക്കെ വലിയ സൂക്ഷ്മത പാലിച്ചിരുന്നവരാണ്. സംസാരിക്കുന്ന ഭാഷ വരെ അവർ സൂക്ഷിച്ചിരുന്നു. സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഒരു സഹാബിയുടെ കയ്യിന്റെ തോളിന്റെ കയ്യിന്റെ ഉള്ളിലൊരു ചെറിയൊരു കുരു, വേദനക്കുന്ന കുരു ഉണ്ടായി. അപ്പൊ അതിങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത് കണ്ടപ്പോ അടുത്തുള്ള ആള് ചോദിച്ചു, എന്താ പ്രശ്നം, എവിടെയാണ്, എന്താണ്? അപ്പൊ ചെറിയൊരു കുരു ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എവിടെന്ന് പറയണില്ല. ഇബത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാഷയിൽ കക്ഷം എന്ന് പറയാ. പക്ഷെ അത് പരസ്യമായിട്ട് അങ്ങോട്ട് പറയാൻ ഒരു ലജ്ജ. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. അപ്പൊ അങ്ങനെ ഭാഷ നല്ല സൂക്ഷ്മതയോടുകൂടെ, ഒരാൾക്കും വേദനിപ്പിക്കുന്ന വർത്തമാനം. ചില ആളുകളുടെ ഭാഷ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ ഗൗരവത്തിലെ വർത്തമാനം പറയും.
അത് ഗൗരവത്തിൽ വർത്തമാനം പറഞ്ഞ് ശീലിച്ചവർ അത് ലഘുവാക്കാൻ ശ്രമിക്കണം. ചില ആളുകൾ പുറത്തൊക്കെ നല്ല ഡീസന്റ് ആയിരിക്കും, പക്ഷെ വീട്ടിലുള്ളവരോട് വീട്ടിൽ ചിലപ്പോ പുലിയായിരിക്കും. അങ്ങനെ പറ്റില്ല. വീട്ടിലുള്ളവരോട് അവർക്ക് നമ്മുടെ എല്ലാ നിന്ദതയുടെ ചിറകും താഴ്ത്തി കൊടുക്കണം. അത് ഭാര്യയായാലും ഉമ്മയായാലും മക്കളായാലും അവരോടൊന്നും ചാടിക്കളിച്ചിട്ടുള്ള വർത്തമാനം പറ്റൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാം ഒക്കെ അങ്ങനെ ആയിരുന്നു. നമുക്കറിയാം, ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു ഭാഗ്യ കൊണ്ടുകൊടുത്ത ഭക്ഷണം അതങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ പാത്രം താഴെ വീണ് പാത്രം പൊട്ടി, ഭക്ഷണമൊക്കെ അതിലെ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് പാത്രം ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോ പറഞ്ഞ്, ഇന്ന് കുട്ടികളുടെ അമ്മക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കുട്ടികളുടെ അമ്മക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കയ്യിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ തലയുടെ വേക്കിലേക്കായിരിക്കും ചെന്നിട്ടുണ്ടാവാം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സുബ്ഹാനല്ലാഹ്, വലിയ ധീരശൂര പരാക്രമിയായിരുന്നില്ലേ? ഒരു പ്രാവശ്യം പള്ളിയിൽ നിന്നാരോ കടത്തിന്റെ വർത്തമാനം പറഞ്ഞ് ശബ്ദമുണ്ടാക്കിയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണത് എന്ന് ചോദിച്ചു. അപ്പോൾ പേടിച്ചുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ മദീനക്കാരല്ലായിരുന്നു എങ്കിൽ, മദീനക്കാരെങ്ങാനും ആയിരുന്നെങ്കിൽ നിങ്ങളുടെ തോല് വേദനിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആളുകളൊക്കെ പേര് കേട്ടാൽ പേടിച്ചിരുന്ന ധീരരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സുബ്ഹാനല്ലാഹ് ഒരു ദിവസം നമുക്ക് ചരിത്രം അറിയാം. ഒരാൾ തന്റെ വീട്ടിലുള്ള പ്രശ്നം, ഭാര്യയുമായിട്ടുള്ള പ്രശ്നം, ഭാര്യയുടെ ചീത്ത പറയൽ കേൾക്കാൻ കഴിയാതെ വലിയ പ്രയാസപ്പെട്ടിട്ട് ആ പ്രയാസപ്പെട്ട കേസ് ഖലീഫയോട് പറയാൻ വേണ്ടി ചെന്നപ്പോ മഹാനവറുകള് സുബ്ഹാനല്ലാഹ് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കേൾക്കുക. സ്വന്തം വീട്ടിലുള്ള വീട്ടുകാര് പറയുന്നത് ഇങ്ങനെ കേൾക്കുക. അത് കേട്ടപ്പോ വന്ന ആള് ഒന്നും ഉണ്ടാതെ തിരിച്ചു പോയി. ഇതിൽക്കും സമാധാനം നമ്മുടെ വീട്ടിൽ തന്നെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു പോയത്. ഇതിൽക്കും സമാധാനം നമ്മുടെ വീട്ടിൽ തന്നെ, അവിടെ അത്ര കടുപ്പമില്ല. ആളൊന്നും പറയാതെ തിരിച്ചു പോയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ച്, എന്തേ പോയതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലുള്ള പ്രശ്നം പറയാൻ വേണ്ടി വന്നതാ. എന്റെ വീട്ടിൽ ഇതേമാതിരി വർത്തമാനം കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ അതിന്റെ എത്രയോ ശക്തി ഇരട്ടിയിലാണ് ഇവിടെ നടക്കുന്നത്. ആയതുകൊണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തിരിച്ചു പോകാനുള്ളതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനുഷ്യനെ സമാധാനിപ്പിച്ച് അങ്ങനെ വിട്ടു. എന്ന് പറഞ്ഞാല് നമ്മൾ വീട്ടിലുള്ളവരോട് വളരെ പുറത്ത് പിന്നെയും കുറച്ചൊക്കെ ആവേണ്ട സ്ഥലങ്ങളിൽ ശൂരത കാണിക്കണം. വീട്ടിൽ അതും പറ്റില്ല. വീട്ടുകാരോട് എപ്പോഴും നല്ല രൂപത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചുരുക്കി പറയാണ്, എല്ലാം ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും ശുദ്ധീകരണം നടത്തണം. ആ ശുദ്ധീകരണം നടത്തുന്ന കാര്യത്തിൽ നമുക്കറിയാം, ഉളു എടുക്കാൻ നമുക്ക് പ്രയാസമല്ല. ഉളു ഒരു ശുദ്ധീകരണമാണല്ലോ. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉളു എടുക്കാം. ഉളുവിന്റെ അവയവങ്ങളുണ്ട്, കൈ, കാല്, മുഖം. ഈ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിച്ചാൽ, വെള്ളം ഒലിപ്പിച്ചാൽ എന്തായി? ഉളുവായി. ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നോ, അല്ലെങ്കിൽ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്നോ കരുതിയാല് ഉളുവായി. വലിയ ശുദ്ധി ഉണ്ടായാല് കുറച്ച് വെള്ളം ശരീരത്തിൽ കൂടെ മൊത്തം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുളിയായി. അതൊരു ശുദ്ധീകരണം. ഇതൊരു പ്രയാസമില്ലാത്ത പരിപാടിയാണ്. വെള്ളം ഉണ്ടെങ്കിൽ നടക്കും. മറ്റുള്ള ശുദ്ധീകരണങ്ങൾ മുഴുവനും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, പ്രയാസകരവുമാണ്. മറ്റുള്ള എല്ലാ ശുദ്ധീകരണവും. മറ്റൊരാളെ ഗീബത്ത് പറയുന്നത് വലിയ പ്രശ്നമാണ്.
ഗീബത്ത് പറയുന്നത് തന്റെ സ്വഭാവത്തിൽ വന്ന അശുദ്ധമാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ രണ്ട് ജൂതന്മാരെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളല്ല, ജൂതന്മാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, നീ പറഞ്ഞ വാചകം കടലിലിട്ട് കലക്കുകയാണെങ്കിൽ ആ വെള്ളം ദുർഗന്ധം വമിച്ചേനേ. നല്ല വാക്ക് പറയണം, ആരെയും ആക്ഷേപിച്ച് കുറ്റം പറയുക, അങ്ങനെയുള്ളതോ ഇത് വലിയ പ്രശ്നമാണ്. അത് നമ്മളെ സംസാരം ശുദ്ധീകരിക്കണം, നമ്മുടെ സ്വഭാവം ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കണം. പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ ആക്രമിക്കുക, ഉപദ്രവിക്കുക. പരരൂപത്തിലും നമ്മൾ ഉപദ്രവിക്കും, പരരൂപത്തിലും ഉപദ്രവിക്കും. ഉപദ്രവത്തിലെ ഏറ്റവും വലിയ ഉപദ്രവമാണ് കൊലപാതകം. കൊലപാതകമൊന്നും നമ്മൾ ആരും ചെയ്യൂല. എന്നാലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികളുണ്ട്. വിവാഹിതരാകുന്ന സമയത്ത്, വിവാഹം കഴിഞ്ഞതിന് ശേഷം ചിലരൊക്കെ തീരുമാനിക്കുന്നത് കാണാം, ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഭാര്യ ഗർഭിണിയായി, പിന്നീട് വേണ്ടെന്ന് തീരുമാനിച്ച് ക്ലിനിക്കിൽ സമീപിച്ച് അത് വേണ്ട എന്ന് വെക്കുമ്പോ, ആ ഉണ്ടായ കുട്ടി വേണ്ട എന്ന് വെക്കുമ്പോ ആ ഉമ്മ കൊലപാതകിയാണ്. അതിന് സഹായിച്ച ഉപ്പയും കൊലപാതകം ചെയ്തവരാണ്, വളരെ അപകടം പിടിച്ചവരാണ്. ഇവർക്ക് കൊല ചെയ്ത കുറ്റമാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. അല്ലാഹുവിന്റെ കോടതിയിലും അവർ മനുഷ്യനെ അർഹതയില്ലാതെ കൊന്നവരിൽപ്പെട്ടവരാണ്. കൊലപാതകർക്ക് ചെയ്തു കൊടുക്കുന്ന ശിക്ഷ അല്ലാഹു അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. അങ്ങനെയുള്ള സ്വഭാവം അല്ലാതെ മറ്റുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ മറ്റൊരാളെ കൊല്ലുക എന്ന് പറയുന്നതില്ല. പക്ഷെ ഇങ്ങനെയുള്ള ശ്രദ്ധിക്കാതെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അതിൽ നിന്ന് നമ്മൾ ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളുടെ അപഹരിക്കുക, കച്ചവടം നടത്തുമ്പോ കച്ചവടം നല്ല രൂപത്തിലല്ലാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു തുജാരി ഫിന്നാർ. ശരിയല്ലാത്ത രൂപത്തിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെല്ലാവരും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുല്ലു തുജാരി ഫിന്നാർ, കച്ചവടക്കാരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞു. ഏത് കച്ചവടക്കാരാ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. പലിശ ഹറാം, കച്ചവടം ഹലാൽ, നമുക്ക് അനുവദിച്ചു തന്നതാ. കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്, കുല്ലു തുജാരി ഫിന്നാർ, കച്ചവടക്കാരൊക്കെ നരകത്തിലാണ്. കച്ചവടത്തിൽ വന്നു പോകുന്ന വീഴ്ചകൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ വിപത്താണ്. ആയതുകൊണ്ട് സാമ്പത്തികമായ ഇടപാടുകളൊക്കെ സംശുദ്ധമായിരിക്കണം. സാമ്പത്തികമായ ഇടപാടുകൾ സംശുദ്ധമായിരിക്കണം. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാം ശുദ്ധീകരണം നടത്തിയിരിക്കണം. അപ്പോഴാണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറഞ്ഞതിൽ പെട്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം നന്നായിരിക്കണം. ഹൃദയം നന്നായിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇത്രമാത്രം വിഷമം മറ്റൊന്നിലുമില്ല. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരിക്കൽ
അടിമയായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ തന്റെ യജമാനൻ വന്ന് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരാടിനെ അറുക്കണം, ആടിനെ അറുത്തിട്ട് അതിൽ നിന്ന് നല്ല മാംസം, ആടിന്റെ ഏറ്റവും നല്ല മാംസം ഇങ്ങോട്ട് കൊണ്ടുവരണം, വേവിച്ചു കൊണ്ടുവരണം. അങ്ങനെ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തു. ആടിന്റെ മാംസം എല്ലാവർക്കും വിതരണം ചെയ്തു. ഏറ്റവും നല്ല ഭാഗമെന്ന് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത് ആടിന്റെ കരളും ആടിന്റെ ഹൃദയവും ആടിന്റെ നാവുമാണ് തിരഞ്ഞെടുത്തത്. അത് കൊണ്ടുവന്നു കൊടുത്തു. ഏറ്റവും നല്ല ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുകൊടുത്തു. കാലങ്ങൾ കഴിഞ്ഞു. മറ്റൊരിക്കൽ മുതലാളി വന്നു വീണ്ടും മുമ്പ് പറഞ്ഞതുപോലെ പറഞ്ഞു, ആടിനടുത്ത് ഏറ്റവും ചീത്തയായ ഭാഗം കൊണ്ടുവാ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു കൊടുത്തത് ആടിന്റെ കരളും ആടിന്റെ നാവുമാണ്. ആടിന്റെ ഹൃദയവും ആടിന്റെ നാവും കൊണ്ടുവന്നു കൊടുത്തു. ഇത് കൊണ്ടുവന്നു കൊടുത്തപ്പോ മുതലാളി ചോദിച്ചു, അതെന്താ ഇങ്ങനെ? മുമ്പൊരിക്കൽ ആടിനെ അറുത്തിട്ട് നല്ല ഭാഗം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നിങ്ങൾ കൊണ്ടുവന്നത് ആടിന്റെ ഹൃദയവും ആടിന്റെ നാവുമാണ്. ഏറ്റവും മോശമായ ഭാഗം കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത് ആടിന്റെ ഹൃദയവും ആടിന്റെ നാവുമാണ്. എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, ഏതൊരു മനുഷ്യന്റെയും ഹൃദയവും നാവും അത് നന്നായാൽ ആ മനുഷ്യൻ നന്നായി, ഹൃദയവും നാവും ചീത്തയായാൽ ആ മനുഷ്യൻ ചീത്തയായി. എല്ലാ വസ്തുവിന്റെയും അങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലഹ സലഹൽ ജസദു കുല്ലുഹു, ആ മാംസ കഷ്ണം നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നായിരിക്കുന്നു. വഇദാ ഫസദ ഫസദൽ ജസദു കുല്ലുഹു, ആ അവയവം ചീത്തയായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും ചീത്തയായിരിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രണ്ട് അവയവങ്ങളുണ്ട്. വേറെ ഹദീസിൽ കാണാൻ പറ്റും, രണ്ട് അവയവം. ആ രണ്ട് അവയവങ്ങളിൽ നിന്ന് യാതൊരു പ്രശ്നവും നിങ്ങളിൽ നിന്നുണ്ടാവുകയില്ല എന്ന് എനിക്ക് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ അൽമനുലക്കുമൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് ജാമ്യം നിന്നിരിക്കുന്നു. അതിലൊന്ന് നാവാ. രണ്ട് താടിയെല്ലുകൾക്കിടയിലും രണ്ട് കാലുകൾക്കിടയിലുമുള്ള അവയവങ്ങളിൽ നിന്ന് ഒരു കുറ്റവും നിങ്ങളിൽ നിന്നുണ്ടാവുകയില്ല എന്ന് എനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ജാമ്യം തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി. നാവാണ്, മറ്റൊന്ന് ഗുഹ്യഭാഗമാണ്. ഇത് രണ്ടിൽ നിന്നും ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പ് കൊടുക്കണം. ആർക്ക്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. സ്വർഗം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മളോടൊക്കെ ഏറ്റതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കാലഘട്ടം വളരെ മലീമസമാണ്. വർത്തമാനവും അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നാം ദുനിയാവിലും ആഖിറത്തിലും വലിയ പരാജയത്തിൽ പെട്ടുപോകും. ചുരുക്കത്തിൽ എല്ലാം നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ എല്ലാം ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. ഈമാന് ശുദ്ധീകരിക്കണം. എന്താണ് ഈമാൻ ശുദ്ധീകരിക്കുക? ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇഖാമു സ്വലാത്തി വഇതാഉ സകാത്ത് വസിയാമു റമളാന വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതാഅത ഇലൈഹി സബീലാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാൻ
അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നതാണ്, സാക്ഷി പറയലാണ്. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷി പറയണം. എന്താണ് ഈ സാക്ഷിത്വം എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ തൗഹീദിലുള്ള സാക്ഷിത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞതിലുള്ള ഷഹാദത്ത് കലിമ, അത് ശുദ്ധീകരണം നടത്തണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. ഷഹാദത്ത് കലിമ ശിർക്കിൽ നിന്ന് ശുദ്ധമായിരിക്കണം, ശിർക്കിൽ നിന്ന് ശുദ്ധമായിരിക്കണം. മറ്റൊന്ന് ബിദ്അത്തിൽ നിന്ന് ശുദ്ധമായിരിക്കണം, മറ്റൊന്ന് നിഫാഖിൽ നിന്ന് ശുദ്ധമായിരിക്കണം. നമുക്കറിയാമല്ലോ, ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്, ഏറ്റവും വലിയ നജസമാണ്. ഇന്നമൽ മുശ്രികൂന നജസ് ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. പഴയ കാലത്ത് പറഞ്ഞിരുന്നിങ്ങനെ അല്ലേ, ഇപ്പൊ അതൊക്കെ എടുത്തു വയ്ക്കുന്നു. അപ്പൊ അത് ഓർമ്മ വന്നതാണ്. സുബ്ഹാനഹു വതആല വലിയ തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മളെ സദസ്സുകളിൽ നിന്നൊക്കെ എടുത്തു പോയി. അതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ മൊയ്‌ലിന് പയഞ്ചരാവും അല്ലെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോ. അപ്പൊ അത് പറയണം, വലിയ തസ്ബീഹ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. വലിയ ഷഹാദത്ത് തൗഹീദിന്റെ വചനമാണ്, അത് പറയണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഇന്നമൽ മുശ്രികൂന നജസ്, ശിർക്ക് വലിയ നജസ. ആ നജസിൽ നിന്ന് ശുദ്ധീകരണമാണ് എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പറഞ്ഞാൽ പോരട്ടാ, ഇതിലൊന്ന് ഉറപ്പിക്കണം. അവിടെയാണ് ശുദ്ധീകരണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും വലിയ പേടിയായിരുന്നു ഇതിന്റെ ഉറപ്പിന്റെ വിഷയത്തിൽ. അവർക്ക് അല്ലാഹുവിലങ്ങോട്ട് ഉറപ്പിക്കുക. കേവലം ഒരു ദൈവമല്ല, നമ്മൾ കാണുന്നില്ലല്ലോ, പുതിയ കാലഘട്ടമാണ്. ദൈവവിശ്വാസികളെയും ദൈവത്തെയും ഒക്കെ ചോദ്യം ചെയ്യുകയും അത് ഇല്ല എന്നൊക്കെ പ്രചരിപ്പിക്കുകയും തുരുതുരാ നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ അതിന്റെ ആ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പഴയ കാലത്ത് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് അൽഹംദുലില്ലാഹ്, നമ്മുടെ ബാപ്പകാരണവന്മാരൊക്കെയായി നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു വിശ്വാസം, അത് ഒരൊറ്റ വിശ്വാസമായിരുന്നു. പുതിയ തലമുറ അതല്ല, എന്ത് കിട്ടിയാലും ചോദ്യം ചെയ്യുന്ന തലമുറയാണ്. ചോദ്യം ചെയ്യണം, പക്ഷേ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അതല്ല എങ്കിൽ വലിയ അപകടം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കണം. ഏകനായ ഒരു ദൈവം എന്ന വിഷയത്തിൽ, അതും ഏത് രൂപത്തിൽ? ലാ ഇലാഹ, മറ്റൊരു ഇലാഹുമില്ല എന്ന അർത്ഥത്തിൽ ഉറച്ചു നിൽക്കണം. അതിന്റെ കൂടെ തന്നെ വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മക്കയിൽ വിജാതരായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റസൂലാണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ആ ഉറപ്പ് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ, അല്ലാഹു ഒരുവനാണ് എന്ന ആ ഉറപ്പിൽ ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അളകുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാവരുത്. ഉറച്ച വിശ്വാസമായിരിക്കണം. الذين يؤمنون بالغيب, ഗൈബായ കാര്യത്തിൽ ഉറച്ചവരായിരിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്, കേവലം വിശ്വാസമല്ല, ഉറപ്പുള്ളവർ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, നമുക്ക് കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് അല്ലാഹുവിന്റെ ഈമാൻ, അല്ലാഹുവിനോടുള്ള ഈമാനിൽ വലിയ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത കിതാബ്
അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹ്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ. എന്താ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, യാ അയ്യുഹല്ലദീന ആമിനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം, ബില്ലാഹ് അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം, വറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കണം. മറ്റൊരായത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ നല്ല തഖ്വയുള്ളവരായിരിക്കണം, വആമിനൂ ബിറുസുലി, പ്രവാചകന്മാരെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണേ. ആരെ വിളിച്ചിട്ടാ പറയുന്നത്? മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ വിശ്വസിക്കണം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന, അല്ലാഹു നമുക്ക് ശറഅാക്കി തന്ന മുഴുവൻ കാര്യങ്ങളിലും അടിയുറച്ച വിശ്വാസം, അതിലങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലനമില്ലാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജൂദിയത്തിൽ, അവിടുത്തെ ഇലാഹിയത്തിൽ ഇതിലൊന്നും മറ്റാരും പങ്കില്ല എന്ന് ആ ഉറച്ച വിശ്വാസമാണ് തൗഹീദിലുള്ള വിശ്വാസം. അത് തീർച്ചയായും നമ്മിൽ ഉണ്ടാവണം. അതിലിടക്കം തട്ടുന്ന കാര്യങ്ങളാണ് ഒന്ന് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സഹാബത്തിന്റെയോ താബിഈകളുടെയോ മാതൃകയില്ലാത്ത സംഭവം. മറ്റൊരു ഇമാമ് പറഞ്ഞ രൂപത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൊന്നും തെളിവില്ലാത്ത ചില കാര്യത്തിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്തായ കാര്യം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ 4 കാര്യങ്ങളിൽ ഒരു പ്രമാണങ്ങളിൽ ഒന്നിലും തെളിവ് കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ് ബിദ്അത്ത്. അങ്ങനെയുള്ള ബിദ്അത്ത് നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരാതിരിക്കുക. അത് കടന്നു വന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ശോഷണം സംഭവിച്ചു, വിശ്വാസത്തിന്റെ മൂല്യം കുറഞ്ഞുപോയി. നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലഘട്ടത്തായി നമുക്ക് വന്ന ഒരു അറിയിപ്പും പല മീഡിയകളിലും വന്നിരുന്നു. സക്കാത്ത് കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, സക്കാത്ത് കമ്മിറ്റിക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക, കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കുക എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബ് വൽആരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് പറയുന്ന 8 വിഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്. ആ 8 വിഭാഗക്കാരാണ് അർഹരായ ആളുകൾ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ 8 വിഭാഗത്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ 8 വിഭാഗത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ അയൽപക്കത്തിൽ ഈ 8 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അവർക്കാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ 8 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അവർക്കാണ് കൊടുക്കേണ്ടത്. കുടുംബത്തിലും അയൽപക്കത്തും നാട്ടിലും ഒന്നും കണ്ടെത്താൻ കഴിയില്ലെങ്കിലാണ് മറ്റ് നാട്ടുകളിൽ ഈ അവകാശങ്ങളിൽപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഇവിടെ കമ്മിറ്റിക്കാരെ പറഞ്ഞിട്ടില്ല. അത് പുതിയ ചില ആളുകൾ വന്നിട്ട് അവരുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാമ്പത്തികമായ ചിലവുണ്ടാവുമ്പോ സാമ്പത്തികമായ സ്രോതസ് കണ്ടെത്തിയതാണ് സക്കാത്തിന്റെ മുതല്. സുബ്ഹാനല്ലാഹ്, അവർക്ക് കൊടുത്താൽ സക്കാത്ത് വിടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചവർക്ക് കൊടുത്താലേ അതാണ് ശറഇന്റെ. അപ്പൊ ഇതുപോലെയുള്ള ബിദ്അത്തുകൾ, അതുപോലെ തന്നെ അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലാഹുവിന് കൈയുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലാഹുവിന് മുഖമുണ്ടെന്ന് വിശ്വസിക്കുക, ഇങ്ങനെ വിശ്വാസത്തിലൊക്കെ ശറഇൽ തെളിവില്ലാത്ത സംഗതികൾ കടന്നു കൂടിക്കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്തിന് വലിയ വില നൽകേണ്ടി വരും. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും.
അതുപോലെ തന്നെ ഈമാനിന് കോട്ടം തട്ടുന്ന മറ്റൊരു സംഭവമാണ് നിഫാഖ് എന്ന് പറയുന്നത്. നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപട്യം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണുള്ളത്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിമാണെന്ന് മുസ്ലിമീങ്ങളോടുകൂടെ നടക്കും. ഹൃദയത്തിനകത്ത് ഇസ്ലാമിക ചിന്ത, ഇസ്ലാമിന്റെ വിശ്വാസം, അള്ളാഹു ഒരുവനാണെന്നുള്ള വിശ്വാസമില്ല, അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, മുസ്ലിമീങ്ങളോടുകൂടെ നടക്കുകയും ചെയ്യും. അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, ഹൃദയത്തിലില്ല, എന്നാലോ മുസ്ലിങ്ങളോടുകൂടെയാണ് അവനുള്ളത്. മുസ്ലിങ്ങളോടുകൂടെ കാര്യത്തിനൊക്കെ ഉണ്ടാവും, നിസ്കരിക്കാനുണ്ടാവും, നോമ്പ് നോൽക്കാനുണ്ടാവും, സക്കാത്ത് കൊടുക്കാനുണ്ടാവും, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും. പക്ഷെ മനസ്സിലെന്തില്ല? അള്ളാഹുവാണ് എന്റെ ഇലാഹു എന്നുള്ള വിശ്വാസമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ള വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. ഇതിനോടുകൂടെ ഒക്കെ ഉണ്ടാവും. വലിയ പ്രശ്നമാണ്. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു വലിയ രൂപത്തിൽ ഭയപ്പെട്ടിരുന്നു നിഫാഖ്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോ ഹംളത്തുൽ ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ കണ്ടപ്പോ കൈഫ ഹംളല, എന്താണ് ഹംളല വർത്തമാനം എന്ന് ചോദിച്ചപ്പോ ഹംളല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫഖ ഹംളല, ഹംളല മുനാഫിക്കായിരിക്കുന്നു എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവാ. അപ്പൊ ഹംളല റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും കൈഫ ഹാലക്? അൽഹംദുലില്ലാഹ്. നാഫഖ ഹംളല, ഹംളല മുനാഫിക്കായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ? സുബ്ഹാനല്ലാഹ്, അതെന്താ ഹംളല അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലാകുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നമ്മൾ ആ സ്വർഗ്ഗം കാണുന്നത് പോലെ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് പോലെ നമുക്ക് വലിയ സന്തോഷമുണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നമുക്ക് വലിയ ഭയമുണ്ടാകുന്നു. നരകത്തെ കുറിച്ച് നമ്മൾ കാവല ചോദിക്കുന്നു, നമുക്ക് വലിയ പ്രയാസമുണ്ടാകുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോന്നു. അങ്ങനെ തിരിഞ്ഞു പോന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഭാര്യയും കുട്ടികളുമായി ഇടപഴകുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളുമായി ഇടപഴകുമ്പോ, കൂട്ടുകാരോടുകൂടെ ഇടപഴകുമ്പോ അതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. അപ്പൊ പിന്നെ നമുക്ക് അതൊന്നും ഓർമ്മയില്ല, ദുനിയാവ് മാത്രമാണ് ഓർമ്മയുള്ളത്. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ശരിയാണല്ലോ, അത് അങ്ങനെ തന്നെയാണോ ഉള്ളത്, ഞാനും അങ്ങനെ തന്നെയാണല്ലോ, എന്താ പിന്നെ ചെയ്യാ? ഇതൊരു നിഫാഖാണല്ലോ. എന്താ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലാകുമ്പോ നല്ല മുസ്ലിമാ, അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് അപ്പടി അതിലങ്ങോട്ട് ഉറപ്പിച്ചിരിക്കാം. അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹംളല റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹംളല നാഫഖ ഹംളല, ഹംളല മുനാഫിഖായിരിക്കുന്നു എന്ന് ഹംളല പറയുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതെന്തേ? അപ്പൊ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ മുന്നിൽ ഞങ്ങളാകുന്ന സമയത്ത് ഞങ്ങൾ വലിയ ഭാഗ്യത്തിലാണുള്ളത്, ഞങ്ങൾ അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസത്തിലാണ്. തങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചതുപോലെ വലിയ സന്തോഷത്തിലാണ്. തങ്ങൾ നരകത്തെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് നബിയെ. പക്ഷേ തങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ പോയി ഭാര്യാമക്കളുമായൊക്കെ കൂടി കലരുന്ന സമയത്ത് ഇതെല്ലാം ഞങ്ങൾ മറക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാഅതൻ ഫസാഅ, സാഅതൻ ഫസാഅ. അത്
മുനാഫിക്ക് നിഫാഖ് അല്ല എന്നല്ല പറഞ്ഞത്, സാഅതൻ ഫസാഅ, കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്, കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു സമാധാനിപ്പിച്ച് സഹാബത്തിനെ, എന്റെ മുന്നിലിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ എല്ലാ സമയവും എങ്കിൽ ലസാഫഹതുകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളോട് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. എന്റെ മുന്നിലിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ എല്ലാ സമയവും എങ്കിൽ നിങ്ങളോട് മലക്കുകൾ വന്ന് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾക്ക് കഴിയില്ല. സാഅത്തും ഫസാഅ, കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും, കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അത് സാരല്ല എന്ന് പറഞ്ഞിട്ട് സഹാബത്തിനെ അവിടുന്ന് വിട്ടു. എന്നാലും അവര് വലിയ പേടിയായിരുന്നു നിഫാഖ് കടന്നുകൂടുക എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഖുദ്സിയായ ഹദീസിലൂടെ. ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഓ മനുഷ്യ, ലാ തജഅൽനി, എന്നെ നീ ആക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ച് പറയുകയാണ്, യബ്ന ആദം ലാ തജഅൽനി, മനുഷ്യ എന്നെ നീ ആക്കരുത്, അഹ്വനൻ നാളിരീന ഇലൈക, നിന്നെ നോക്കുന്നവരുടെ കൂട്ടത്തിൽ വളരെ നിസാരനായി എന്നെ നീ കാണരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ച് പറയാണ് ഖുദ്സിയായ ഹദീസിലൂടെ. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതാണ്, പക്ഷെ ഖുർആനിലില്ല. ഖുർആനിലില്ല, അല്ലാഹു പറഞ്ഞതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അല്ലാഹു മനുഷ്യനെ വിളിച്ച് പറയാണ്, യബ്ന ആദം, മനുഷ്യ, ലാ തജഅൽനി, എന്നെ നീ ആക്കരുത്, അഹ്വനൻ നാളിരീന ഇലൈക, നിന്നെ നോക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വിലയുമില്ലാത്ത ആളായി എന്നെ നീ ആക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ച് പറയാം. എന്താ നമ്മളൊക്കെ അവസ്ഥ? അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്യും. ആൾക്കൂട്ടത്തിലാകുമ്പോ നമ്മൾ നല്ല അല്ലാഹുവിനെ ഓർമ്മ, ആൾക്കൂട്ടത്തിലാകുമ്പോ, വെളിച്ചത്താകുമ്പോ, കൂട്ടുകാരുടെ കൂടെ ആകുമ്പോ, മാതാപിതാക്കളുടെ മുന്നിലാകുമ്പോ, മക്കളുടെ മുന്നിലാകുമ്പോഴൊക്കെ നമ്മൾ നല്ല ആളുകളാണ്. ഇരുട്ടായാൽ എന്താ നമ്മുടെ അവസ്ഥ? ആരും കാണാതിരിക്കുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടോ? അതുണ്ടാവണ്ടേ. നമ്മൾ ചിലപ്പോ പറയും ആരും കാണുന്നില്ലല്ലോ. ആരും കാണൂല എന്നൊരു മുഅ്മിനിന് പറയാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തന്നതാണ്, യുറദു അലയ്യ അമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് വെളിവാക്കപ്പെടുന്നു. എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കണ്ടാൽ അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, ഞാൻ വലിയ സന്തോഷമുള്ളവനാകുന്നു. അതല്ല, നിങ്ങളുടെ പ്രവർത്തനത്തിൽ അരുതായ്മകൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു, അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ കൂട്ടുകാരനെ പിഴച്ചിട്ടില്ല, നിങ്ങളുടെ കൂട്ടുകാരനെ പിഴച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊന്നും പിഴവ് പറഞ്ഞു തന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞു തന്നതാണ്, ഞാൻ മരണപ്പെട്ടതിന് ശേഷം, ഞാൻ ഖബറിലായിരിക്കുമ്പോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വെളിവാക്കപ്പെടുന്നു. ആ പ്രവർത്തനങ്ങളിൽ സന്തോഷമുള്ളത് കണ്ടാൽ ഞാൻ സന്തോഷിക്കുന്നു. അല്ല ദുഃഖകരമായത്, കുറ്റകരമായത് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, ഞാൻ വിഷമിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓർമ്മയുണ്ടോ?
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും കാണുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ ഒരു ഇരുട്ടത്തും നമുക്ക് കുറ്റം ചെയ്യാൻ കഴിയില്ല. മാതാപിതാക്കളിലെ മുന്നിലായാലും മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ ഒരേ ആളായിരിക്കും. വെളിച്ചത്തൊരാളും ഇരുട്ടത്തൊരാളും. അങ്ങനെ മുഅ്മിനീങ്ങൾക്കൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ്. അതാണ് പറഞ്ഞത്, ഈമാൻ ശുദ്ധമായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥത. ആൾക്കാരെ കാണുമ്പോ മാത്രമുള്ള ഈമാൻ പോരാ, ആളുകൾ കാണാത്ത സമയത്തും ഈമാനുള്ളവരായിരിക്കണം. ആളുകൾ കാണുമ്പോ നല്ല നിസ്കാരവും നല്ല നോമ്പും, ആണുങ്ങൾ കാണാത്ത സമയത്ത് തോന്നിയതുപോലെ. സുബ്ഹാനല്ലാഹ്, അങ്ങനല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ 5 നേരം പള്ളിയിലേക്ക് വിളിക്കുന്നു. 5 നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹുവാണ് എന്നെ വിളിക്കുന്നത് എന്ന് ഏതെങ്കിലും മുഅ്മിനിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് ഉത്തരം നൽകാതെ വീട്ടിലിരിക്കാൻ കഴിയോ? റോഡ് സൈഡിൽ ഇരുന്ന് വർത്തമാനം പറയാൻ കഴിയോ? കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. ഫർള് നിസ്കാരങ്ങൾ പള്ളിയുടെ അയൽവാസികൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കാവൂ എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കേട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നത് അറിയുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മുഅ്മിനിന് ഉറപ്പുണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ കഴിയോ? ഇല്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹംദല റളിയല്ലാഹു അൻഹു, ഹംദല റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിന്റെയും വിവാഹം കഴിഞ്ഞത് ഉഹദ് യുദ്ധത്തിന്റെ തൊട്ടു മുമ്പത്തെ ദിവസമാണ്. ഉഹദ് യുദ്ധത്തിന്റെ ദിവസത്തിലാണ് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞത്. ഉഹദ് യുദ്ധത്തിന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വിളിക്കുകയാണ്. സഹാബത്തെ, യുദ്ധത്തിന് പോവാൻ സമയമായിരിക്കുന്നു. ആ വിളിയാളം കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, രണ്ടുപേരും ഹംദല റളിയല്ലാഹു അൻഹും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹും, അവർ പുതിയാപ്രയും പുതിയെണ്ണുമാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. വിവാഹം അന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അവരുടെ ആദ്യ രാത്രിയിലാണ് അവർ ഉള്ളത്. ആ ആദ്യ രാത്രിയിലായിരിക്കുന്ന സമയത്താണ് ഉഹദ് യുദ്ധത്തിന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത്. സഹാബത്തെ വരൂ, റസൂലുള്ള വിളിക്കുന്നുണ്ട്, യുദ്ധത്തിന് പോവാൻ സമയമായിട്ടുണ്ട് എന്ന് പറയുന്നു. വിളിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കേൾക്കേണ്ട താമസം 2 യുവമിഥുനങ്ങൾ ശരീരം ഹീറ്റായി, ശരീരം ചൂടായി കിടക്കുന്ന ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഹംദല റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വിറങ്ങലിച്ചു പോയി. ശരീരത്തിന് തണുപ്പ് വന്നുപോയി. ഉള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാതെയായപ്പോ ഹംദല റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ശരീരം വലിയ തണുപ്പിലായിരിക്കുന്നല്ലോ, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ഹംദല റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ആ വിളി കേട്ടിട്ട് ഇനി ഞാൻ എങ്ങനെയാണ് ഇവിടെ കിടക്കുക? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. നമ്മുടെയും അവരുടെയും ഈമാൻ ഒന്ന് നമ്മൾ ചിന്തിക്കണം. അൽഹംദുലില്ലാ, നമുക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. വീട്ടിൽ ഭക്ഷണത്തിന് ഒരു പ്രയാസമില്ല. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമായി ഞങ്ങളുടെ നിഅമത്തുകൾ നീ തടയരുതേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു പ്രയാസവുമില്ല. ആരോഗ്യം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. എന്നിട്ടും ചിന്തിക്കണേ, സുബ്ഹി ബാങ്ക് കേട്ടിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെ കിടക്കുമ്പോ ഒരു ഈമാൻ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ആ ഭർത്താവ് അങ്ങനെ കിടക്കുമ്പോ വീട്ടിലുള്ള ഭാര്യ ബാങ്ക് വിളിക്കുന്നുണ്ട്, പോ, പള്ളിയിലേക്ക് പോ എന്ന് പറയാൻ ഈമാനില്ലാത്ത ഒരു ഭാര്യയാണെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ?
ഈമാൻ വേണ്ടേ നമുക്ക്? അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മുഅ്മിനീങ്ങളെ വിളിച്ച് പ്രത്യേകം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരാണ്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ സംശുദ്ധമായി എന്ന് പറയാൻ കഴിയൂ. ഒറ്റ കഥ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. മഹാനവറുകളുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു, രാത്രി ഇറങ്ങി നടക്കും. തന്റെ നാട്ടിലെ പ്രജകൾ, തന്റെ നാട്ടിലെ തന്റെ ഭരണീയരുടെ അവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടി രാത്രി ഇറങ്ങി നടക്കും. ആ രാത്രി ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും വല്ല കാര്യങ്ങളും കണ്ടാൽ അതിലൊക്കെ ഇടപെടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവര് നടന്നു പോവുകയാണ്. ഒപ്പം അസ്ലം എന്നു പേരുള്ള ഒരു സഹാബിയും കൂടെയുണ്ട്. രണ്ടുപേരും അങ്ങനെ നടന്നുപോയി. കുറേയേറെ നടന്നപ്പോ ക്ഷീണിച്ചവശരായി. അങ്ങനെ ക്ഷീണിച്ചവശരായപ്പോ തൊട്ടടുത്തൊരു മതിലുണ്ട്, ഒരു വീടിന്റെ മതിലാണ്. ആ മതിലൊരു വീടിന്റെയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. അസ്ലമും അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ അകത്ത് നിന്ന് വർത്തമാനം കേൾക്കുന്നു. രണ്ട് സ്ത്രീകളുടെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഒരു സ്ത്രീ വിളിച്ച് പറയുകയാണ്, മോളെ, ആ പാലിന് കുറച്ച് വെള്ളം പാരണം, രാവിലെ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ കൊടുക്കാനുള്ള പാല് കുറച്ച് കൂടുതലുണ്ടാവട്ടെ, അതിലൊരു കപ്പ് വെള്ളം നീ ഒഴിക്കണേ എന്ന് ഉമ്മ മോളോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുമ്പോ ആ മോള് പറയുകയാണ്, ഉമ്മ, അമീറുൽ മുഅ്മിനീൻ ഉമറാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഉമറിന്റെ സേവകൻ ഇതിലെ വിളിച്ചു പോയി പറഞ്ഞു പോയിരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ കച്ചവടക്കാര് കച്ചവടങ്ങളിൽ മായം ചേർക്കരുതെന്ന് വിളിച്ചു പറഞ്ഞു പോകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഉമറിന്റെ വിളിച്ചു പറയുന്ന ആളെവിടെ? ഇത് അർദ്ധരാത്രിയല്ലേ? ഉമറും അവരുടെ ആളുകളൊക്കെ വീടുകളിൽ കിടന്നുറങ്ങുകയായിരിക്കും. ആയതുകൊണ്ട് നീ ആ പാലിന് കുറച്ച് വെള്ളം പാരണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ ശാഠ്യം പിടിക്കുമ്പോ ആ പൊന്നുമോളോട് പറയുകയാണ്, ഉമർ കിടന്നുറങ്ങുകയായിരിക്കും, ഉമറിന്റെ മന്ദൂബും കിടന്നുറങ്ങുകയായിരിക്കും. പക്ഷേ അല്ലാഹു നമ്മളെ കാണണില്ല ഉമ്മ. ആ മോള് പറയാണ്, അല്ലാഹു നമ്മളെ കാണുന്നില്ല ഉമ്മ. ഉമർ അങ്ങനെ ഖലീഫയായിട്ട് അങ്ങനെ നിയമം പാസാക്കിയിട്ടുണ്ടാവും, ആ പാലിന് വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഖലീഫ അവിടെ കടന്നുറങ്ങുന്നുണ്ടാവും. ഖലീഫയുടെ നിയമം വിളിച്ചു പറഞ്ഞ ആളും വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ടാവും. അവരത് കാണൂലെങ്കിലും അല്ലാഹു നമ്മളെ കാണുന്നില്ല ഉമ്മ എന്ന് പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു. അർദ്ധരാത്രി വീട്ടിൽ കയറി പോണത് സുഖമല്ലല്ലോ. അവിടെ നിന്ന് തിരിച്ചു പോയി, വീട്ടിൽ പോയിട്ട് മക്കളൊക്കെ വിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 2-3 മക്കളുണ്ട്. 2 ആളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെ വർത്താനൊന്നുമില്ല, മക്കളെ വിളിച്ചിട്ട് ചോദിക്കാണ്, നല്ലൊരു പെൺകുട്ടിയുണ്ട്, ആർക്കെങ്കിലും കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലപ്പാ, എനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ, എനിക്കത് മതി. രണ്ടാമത്തെ ആളും പറഞ്ഞു, എനിക്കും ഒരു ഭാര്യ ഉണ്ട്, എനിക്കത് മതി, ഇപ്പൊ ഭാര്യയൊന്നും വേറെ വേണ്ടാന്ന് പറഞ്ഞു. അറബികൾക്കൊന്നും 2, 3, 4 ഒക്കെ ഒരു പ്രശ്നമല്ല, എന്നാലും നമുക്ക് നിയമമുണ്ടല്ലോ, സ്വാഭാവികമായിട്ടുണ്ട്. മൂന്നാമത്തെ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഉപ്പ പറഞ്ഞ കുട്ടിനെന്നാ ഞാൻ കല്യാണം കഴിക്കാൻ, എനിക്ക് കല്യാണം കഴിച്ചു തരാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്ന അസ്ലമിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ആ വീട്ടിൽ നമ്മൾ ശബ്ദം കേട്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കണം, അവരാരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കണം, എന്നിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അസ്ലം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിട്ട് അസ്ലം റളിയല്ലാഹു അൻഹു പോയി
അപ്പൊ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ആ വീട്ടിൽ 2 സ്ത്രീകൾ മാത്രമാണുള്ളത്, ഒരു ഉമ്മയും ഒരു മകളും. അവരുടെ കുടുംബങ്ങളൊക്കെ മറ്റ് മരണപ്പെട്ടു പോയി, അകന്ന കുടുംബങ്ങളാണ് പിന്നെ ഉള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കല്യാണത്തിന് അന്വേഷിക്കുന്നു പറഞ്ഞ് അങ്ങനെ മകന് വിവാഹം കണ്ടെത്തി. ആരെ പറയാൻ കാരണം, വിവാഹം പറയാൻ വേറൊരു അന്വേഷണമില്ല, അള്ളാഹുവിനോടുള്ള ഓർമ്മ. നിയമം പാസാക്കിയ ഉമർ അവിടെ കടന്നുറങ്ങുകയായിരിക്കും. ഓക്കെ, ഉമറിന്റെ നിയമം വിളിച്ചു പറഞ്ഞാലും അവിടെ കടന്നുറങ്ങുകയായിരിക്കും. പക്ഷെ ഉമ്മ, നമ്മളെ അള്ളാഹു കാണുന്നില്ലേ എന്നുള്ള ഒരു വിചാരം ഇത് നമുക്കുണ്ടോ? നമുക്കിത് വേണ്ടേ? അള്ളാഹിനെ നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മൾ ചോദിക്കാണ്, അല്ല അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വില കുറഞ്ഞ ആളായിട്ട് എന്നെ നിങ്ങൾ കണക്കാക്കരുത്. ഞാൻ നിങ്ങളെ ശരിക്കും നിരീക്ഷിക്കുന്നു. ഇനി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മഹ്ശറയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടും, അല്ല നിങ്ങൾ എന്നെ നിരീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു മോശക്കാരനായിട്ടാണല്ലോ നിങ്ങൾ കണ്ടിരുന്നത് എന്ന് നമ്മളോട് തിരിച്ചു പറയും. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്നതാണ്. നമുക്ക് അള്ളാഹിനെ ഇവിടെ ഓർമ്മ ഉള്ളത് അറിയാം. നല്ല പെരക്കെ ഉണ്ടാവുമ്പോ തറുണ്ടാക്കിയിട്ട് അവനെ മാഷാ അല്ലാഹി തവക്കൽതു അലല്ലാഹ് എഴുതി വെക്കും. അപ്പൊ മാത്രമാണ് നമുക്ക് ഓർമ്മ ഉള്ളത് അള്ളാഹ്. എന്നിട്ട് ആ എഴുതി വെച്ചതോ മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് എഴുതി വെച്ചത് പിന്നെ ആ പെരപ്പണി നടക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. പിന്നെ അത് വെയിലിമക്കെത്തും. പിന്നെ കുടിയിരിക്കലിന് കയ്യെടുക്കുമ്പോ അവിടെ വെള്ളം തെറിക്കാത്തിരിക്കുന്ന കൊടുക്കണം. മാഷാ അല്ലാഹ് കാര്യം നമ്മൾ കയ്യെടുക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ പലപ്പോഴും കാണാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തജ്അലുല്ലാഹ ഉർളതൻ ലിഅയ്മാനിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും അള്ളാഹുവിനെ ഒരു ഉരുളയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അള്ളാഹിനെ എന്താക്കരുത്? ഒരു ഉരുളയാക്കരുത് എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഒരു സ്വഭാവം ഉണ്ടായത്, എന്ത് പറഞ്ഞാലും വല്ലാഹി പറയും. വല്ലാഹി എന്ത് പറഞ്ഞാലും പറയും വല്ലാഹി. അങ്ങനെ വല്ലാഹി എന്ന് അള്ളാഹുവിന്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ പറയരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതേമാതിരി നമുക്കുള്ളൊരു സ്വഭാവമാണ് ഇത്. തവക്കൽതു എല്ലായിടത്തും തവക്കൽതു അലല്ലാഹ്. എന്നാൽ അതിന് അള്ളാഹു എന്ന് പറയുന്ന ആ ജലാലത്തിന്റെ ഇസ്മ, ഇത് എന്റെ എല്ലാമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടോ? അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, അതൊന്നുമില്ല. അത് കണ്ണേറിട്ടാതിരിക്കാം അല്ലെങ്കിൽ നാവേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലാക്കിയിട്ട് എഴുതി വെക്കും. അതല്ലെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കും. എന്നിട്ട് അത് സംരക്ഷിക്കും. ആ പരകേറ്റുമ്പോണ്ടോ അള്ളാന്റെ നിയമത്തുണ്ടാവണം, ബർക്കത്തുണ്ടാവണം. കാരണം മാഷാ അല്ലാഹ് അള്ളാഹുവിനെ ആദരിച്ചിട്ട് ബഹുമാനിച്ചിട്ടില്ല. അതിന്റെ തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളത്. അതിൽക്കും നല്ലത് പഴയ മാതിരി കരിങ്കണ്ണ തുറച്ചു നോക്കുന്ന ഇതിലായിരിക്കും. എന്നാ കുരുത്തക്കിടക്കൂല. എന്നാലോചിച്ചോക്കാണ്. കരിങ്കണ്ണ തുറച്ചു നോക്കുക പറഞ്ഞാൽ അത് ആരും അവിടെ പോയാലും കുഴപ്പമില്ലല്ലോ. നമുക്ക് ആദരിക്കലും ബഹുമാനിക്കലും ഒന്നും അതിന്റെ ആവശ്യമില്ല. ഇത് മാഷാ അല്ലാഹ് അവിടെ എഴുതി വെക്കണം എന്ന് ആര് പറഞ്ഞതാ? അങ്ങനെ നമ്മൾ എവിടെയും ഉണ്ടോ? നമ്മളെല്ലാ കാര്യങ്ങളും ഉസ്താദന്മാരോട് ചോദിക്കും. വീടിരിക്കാനും കുടിയിരിക്കാനും അങ്ങനെ കാലം ഇവിടെ മാഷാ അല്ലാഹ് എഴുതിയേക്കാൻ പറ്റുമോ എന്നൊരു ഉസ്താദിനോട് ചോദിക്കില്ല. ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞെടുക്കണം നിങ്ങളോട് മാഷാ അല്ലാഹ് എഴുതിയേക്കണം കുടിയിരിക്കുമ്പോ? ഇല്ലല്ലോ. വീടുണ്ടാക്കുന്ന സമയത്ത് അവിടെ മാഷാ അല്ലാഹ് അങ്ങനെ ഇല്ല. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ എന്റെ കാര്യങ്ങളൊക്കെ നീ ഫത. അവിടെ വെറുതെ അത് കൊണ്ടുപോയിട്ട് അതുമ്മക്ക് പക്ഷികൾ വന്നിട്ട് കാഷ്ടിക്കും, വിസർജനം നടത്തും. അത് ആദരവില്ലാതെ ബഹുമാനമില്ലാതെ അവിടെയും ഇടയ്ക്കിടുന്നിട്ട് അവ ചളി ഇതൊക്കെ ആവും. ഇതിന്റെ ഉത്തരവാദി അത് വെച്ചാളല്ല ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വില കുറഞ്ഞ ആളായിട്ട് നമ്മൾ കാണരുത്. അല്ലാഹു പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്, എന്നെ നിങ്ങൾ അങ്ങനെ ആക്കരുത്. നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ഏത് സമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന, നമുക്ക് ഓരോ നിമിഷവും നമുക്ക് വേണ്ടുന്ന എല്ലാം നമുക്ക് തയ്യാറാക്കി വെച്ച, അങ്ങനെയാണല്ലോ. ആകാശത്തിൽ നിങ്ങളുടെ റിസ്ക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാം അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക്
വേണ്ട എല്ലാം അള്ളാഹു ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ അള്ളാഹുവിനെ നമുക്ക് ഓർമ്മല്ല. അള്ളാഹു വിളിക്കുമ്പോ ചെല്ലാൽ നമുക്ക് ആ ഓർമ്മ വരുന്നില്ല. നമുക്ക് ഓരോ തിരക്കുണ്ട്. ആ തിരക്കാണ് നമുക്ക് അള്ളാഹുവിനേക്കാൾ വലിയതായി വരുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നീട്ടിക്കൊണ്ടു പോവുകയല്ല. അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം. അള്ളാഹുവിനെ സർവ്വസമയവും നമ്മൾ ഓർമ്മ ഉണ്ടാവുമ്പോഴാണ്, അതിൽ ഉറച്ച ഉറപ്പുണ്ടാവുമ്പോഴാണ് അള്ളാഹുവിലുള്ള ഈമാൻ നമ്മുടെ സംശുദ്ധമായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പരിപൂർണ്ണ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സാലിഹായ അമലായി നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഉപകാരമുള്ളവരെ ഇൽമാക്കി തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.